യമനിലെ ജയിലിൽ കഴിയുന്ന നിമിഷപ്രിയയുടെ വധശിക്ഷ സംബന്ധിച്ച് അറിയിപ്പൊന്നും ലഭിച്ചിട്ടില്ലെന്ന് യമൻ ജയിൽ അധികൃതർ. അതേസമയം നിമിഷയുടെ ശബ്ദരേഖ നേരത്തെ പുറത്തുവന്നു. ആക്ഷൻ കൌൺസിലിനാണ് ശബ്ദ സന്ദേശം ലഭിച്ചത്. ശേഷം ഇവിടുത്തെ കുറച്ചു നേരം മുമ്പ്, ഒരു അരമണിക്കൂർ മുമ്പ്, ഇവിടുത്തെ ഒരു ലോയർ സ്ത്രീ, വേറൊരു ലോയർ സ്ത്രീ, കഴിഞ്ഞ ദിവസം അബ്ദുൽ ഫത്തയെ കണ്ട ലോയർ സ്ത്രീ അല്ല, വേറൊരു ലോയർ സ്ത്രീ അവരുമായിട്ട് അവർ തന്നെ ഫോണിൽ, ഇവിടുത്തെ മെയിൻ ഓഫീസിലെ ഫോണിലേക്ക് വിളിച്ചിട്ട് നിമിഷയെ വേണം എന്ന് പറഞ്ഞിട്ട് അവിടെ തന്നെ വിളിച്ചായിരുന്നു. ഞാൻ പോയി ഫോൺ അറ്റൻഡ് ചെയ്തു. അന്നേരം അവരെന്നോട് പറയുന്നത് ഇങ്ങനെയാണ്, വധശിക്ഷ നടപ്പാക്കാനുള്ള ഡേറ്റ് ഫിക്സ് ചെയ്തു എന്നാണ് പറയുന്നത്. അതിൻ്റെ ഓർഡർ ഇവിടെ ജയിലിൽ വരെ എത്തിയിട്ടുണ്ട് എന്നാണ് പറയുന്നത്. എന്ന് വെച്ചാൽ അതിപ്പോൾ ജയിലിലെത്തുന്നത് എല്ലാവരുടെയും സൈനോട് കൂടി ആയിരിക്കും ഇവിടെ എത്തുന്നത്. എന്ന് വെച്ചാൽ എന്തായിരിക്കും, ഇപ്പോൾ അവരുടെ ഈദും റംസാനൊക്കെ കഴിയുമ്പോഴത്തേനും നമ്മളെ തീർക്കാനുള്ള പരിപാടി ആയിരിക്കുമോ? എന്താണ്, എല്ലാവരും ഭയങ്കര പേടിയോടുകൂടിയാണ് എന്നോട് സംസാരിക്കുന്നത്. ഭയങ്കര വിഷമത്തോടെ ഇവിടെ കാര്യങ്ങളൊക്കെ, എന്താണ് കാര്യം, ഇവിടെ എന്തൊക്കെയാണ് നടക്കുന്നത്, ആരെങ്കിലും എന്തെങ്കിലും അറിയുന്നുണ്ടോ? TG സജിത്ത് കൂടുതൽ വിവരങ്ങളുമായി ചേരുകയാണ്. സജിത്ത്, നിമിഷപ്രിയയുടെ വധശിക്ഷ ഉടനടി നടപ്പാക്കുമെന്ന തരത്തിൽ അഭിഭാഷകയുടെ മെസ്സേജ് ലഭിച്ചു എന്നാണ് നിമിഷ തന്നെ ഈ കൗൺസിലിനോട് പറഞ്ഞിട്ടുള്ളത്. പക്ഷേ ആ വിവരം ഇപ്പോൾ ജയിൽ അധികൃതർ തള്ളുകയാണ്. അങ്ങനെയെങ്കിൽ ഈ അഭിഭാഷക എന്തുകൊണ്ട് നിമിഷയോട് ഇങ്ങനെ ഒരു സന്ദേശം കൈമാറി എന്നുള്ളത് ദുരൂഹമായി തുടരുകയല്ലേ? ആര്യ സൂചിപ്പിച്ചതുപോലെ ആദ്യം വന്നത് നിമിഷയുടെ ഈ ശബ്ദ സന്ദേശമാണ്. അതിൽ നിമിഷ വലിയ ആശങ്കയോടെ തൻ്റെ വധശിക്ഷ നടപ്പിലാകാൻ പോകുന്നു എന്ന സൂചന തനിക്ക് ആ ജയിലിൽ നിന്ന് കിട്ടി എന്നതാണ് പങ്കുവച്ചത്. പക്ഷേ ഈ വാർത്തകൾ പുറത്തു വന്നതിന് പിന്നാലെയാണ് യമൻ ജയിൽ അധികൃതർ നൽകുന്ന വിശദീകരണം. അത്തരം അറിയിപ്പുകളൊന്നും ലഭിച്ചിട്ടില്ല എന്ന കാര്യം അവർ വിശദീകരിക്കുന്നത്. നേരത്തെ തന്നെ നിമിഷയുടെ ഈ ശബ്ദ സന്ദേശം പുറത്തു വന്നെങ്കിലും അത് ഒരു ഔദ്യോഗിക സ്ഥിരീകരണമായി എന്നതിൽ സംശയങ്ങളുണ്ടായിരുന്നു. കാരണം അതിൽ ഔദ്യോഗിക അറിയിപ്പുകളൊന്നുമല്ല നിമിഷയ്ക്ക് കിട്ടിയത്. പക്ഷേ നിമിഷയുമായി ഈ ജയിൽ അധികൃതരിൽ ചിലർ സംസാരിച്ചപ്പോഴുള്ള ചില സൂചനകളുടെ അടിസ്ഥാനത്തിൽ മാത്രമായിരുന്നു അപ്പോൾ നിമിഷ ഇത്തരത്തിൽ സംസാരിച്ചത്. എന്നാൽ അതിൽ ഒരു ഔദ്യോഗിക സ്ഥിരീകരണവും ഇല്ല എന്നതാണ് ഇപ്പോൾ യമൻ അധികൃതർ വിശദീകരിക്കുന്നത്, യമൻ ജയിൽ അധികൃതർ വിശദീകരിക്കുന്നത്. കാരണം അത്തരം അറിയിപ്പുകളൊന്നും ലഭിച്ചിട്ടില്ല എന്നതാണ്. അത് ഏറെ ആശ്വാസകരമാണ് ആര്യ. കാരണം ആദ്യം ഈ നിമിഷയുടെ ശബ്ദം അങ്ങേയറ്റം ആശങ്കയാണ്, അല്ലെങ്കിൽ കേരളം കാത്തിരിക്കുന്ന നിമിഷയുടെ മോചനം, അതിന് വെല്ലുവിളികൾ ഉണ്ടാവുന്നു, അത് അസ്തമിക്കുന്നു, വധശിക്ഷ ഉടൻ നടപ്പിലാക്കുമെന്ന ഏറെ ആശങ്കപ്പെടുന്ന ഒരു കാര്യമാണ് പുറത്തു വന്നതെങ്കിൽ ഇപ്പോൾ ലഭ്യമാവുന്നത് ജയിൽ അധികൃതർ വിശദീകരിക്കുന്നത് വധശിക്ഷ നടപ്പിലാക്കുന്നത് സംബന്ധിച്ച അറിയിപ്പുകളൊന്നും തങ്ങൾക്ക് ലഭിച്ചിട്ടില്ല, വാർത്തകൾ തെറ്റ് എന്നതാണ് അവർ നൽകുന്ന വിശദീകരണം. അത് അങ്ങേയറ്റം ആശ്വാസകരമാണ്. കാരണം നമുക്കറിയാം, കേരളത്തിൽ ഒരു വലിയ ക്യാമ്പയിനായിരുന്നു നിമിഷ ഫാത്തിമ ആക്ഷൻ കൗൺസിൽ. അവരെ രക്ഷിക്കുന്നതിന് വേണ്ടി, അവരെ തിരികെ എത്തിക്കുന്നതിന് വേണ്ടി, നിമിഷപ്രിയയുടെ തിരികെ കൊണ്ടുവരുന്നതിന് വേണ്ടി വലിയ ശ്രമങ്ങളാണ് നടന്നത്. അതിനൊടുവിൽ ഈ ബ്ലഡ് മണി കൊടുത്ത്, ഈ യമൻ പൗരന് ബ്ലഡ് മണി കൊടുത്ത്, അവരുടെ കുടുംബത്തിന് ബ്ലഡ് മണി കൊടുത്ത് തിരികെ എത്തിക്കാനുള്ള ശ്രമങ്ങളാണ് ലക്ഷ്യമിട്ടത്. ആ ചർച്ചകൾ അതിൻ്റെ അവസാന ഘട്ടത്തിലേക്ക് അടുക്കുകയാണ്. അതിനിടയിലാണ് ഇത്തരം ഏറെ പ്രതീക്ഷ നഷ്ടപ്പെടുന്ന തരത്തിലുള്ള ചില വാർത്തകൾ വന്നത്. എന്തായാലും ഇപ്പോൾ ലഭ്യമാവുന്ന വിശദീകരണം, ജയിൽ അധികൃതർ നൽകുന്ന വിശദീകരണം, ഇത്തരം വധശിക്ഷ നടപ്പിലാക്കുന്നത് സംബന്ധിച്ച അറിയിപ്പൊന്നും ലഭിച്ചിട്ടില്ല എന്നതാണ്. അങ്ങനെയെങ്കിൽ സജിത്ത്, അപ്പോൾ നിമിഷയ്ക്ക് ലഭ്യമായിട്ടുള്ള സൂചനകൾ അത് തെറ്റ് എന്ന് ജയിൽ അധികൃതർ തന്നെ വിശദീകരിക്കുമ്പോൾ നമുക്ക് ഇനിയും ആശ്വസിക്കാനുള്ള വക മുന്നിലുണ്ട്. ഈ വധശിക്ഷയിലേക്ക് ഒരുപക്ഷെ കടക്കില്ല എന്ന് തന്നെ നമുക്ക് കരുതാം. അത്തരത്തിലുള്ള വിവരങ്ങൾ തന്നെയല്ലേ ആക്ഷൻ കൗൺസിലും പങ്കുവെക്കുന്നത്? തീർച്ചയായും ആര്യ. അതായത് ഇത് ഔദ്യോഗികമായി ഇപ്പോൾ അവിടെ സർക്കാരും കോടതി തീരുമാനമെടുത്തതാണ് നിമിഷപ്രിയയുടെ വധശിക്ഷ നടപ്പിലാക്കുന്ന കാര്യത്തിൽ. അതിൻ്റെ നടപടിക്രമങ്ങൾ, അതിൻ്റെ സ്വാഭാവിക നടപടിക്രമങ്ങളിലാണ് ഇപ്പോഴും നിൽക്കുന്നത്. ഇതിനിടയിലാണ് കോടതിക്ക് പുറത്തുള്ള ഒരു സെറ്റിൽമെൻറ്റ് സാധ്യതയിലേക്ക് കടക്കുകയും ഈ യമനി പൗരൻ്റെ കുടുംബാംഗങ്ങൾക്ക് ബ്ലഡ് മണി നൽകിക്കൊണ്ട് ഈ ഒരു മോചനം സാധ്യമാക്കാനുള്ള ശ്രമങ്ങൾ നടക്കുന്നത്. യമനിലെ നിയമപ്രകാരം അത് സാധ്യമായിരുന്നു. പക്ഷേ അതിലേക്ക് എത്തുന്നതിന് ചില വെല്ലുവിളികളുണ്ട്. പ്രത്യേകിച്ച്
യമൻ കുടുംബം അവിടെ കൃത്യമായ ഒരു സർക്കാർ സംവിധാനം ഇല്ലാത്ത സ്ഥലമാണ്. വിദേശകാര്യ മന്ത്രാലയത്തിന്, കേന്ദ്ര വിദേശകാര്യ മന്ത്രാലയത്തിന് നേരിട്ട് അവർ ഇടപെടുന്നതിന് ചില പരിമിതികളുമുണ്ട്. ഇത്തരം പ്രശ്നങ്ങൾ നിലനിൽക്കുന്നതുകൊണ്ട് തന്നെ ചർച്ചകൾ വഴിമുട്ടുന്ന സാഹചര്യമുണ്ടായിരുന്നു. കോടതിക്ക് പുറത്തൊരു സെറ്റിൽമെന്റ് ഉണ്ടാക്കി മോചനം സാധ്യമാക്കാനാണ് ശ്രമിക്കുന്നത്. ആ സാധ്യത ഇപ്പോഴുമുണ്ട്. അത്തരം ശ്രമങ്ങൾ തുടരുക തന്നെയെന്നാണ് മനസ്സിലാകുന്നത്. ഇന്ന് പകൽ നമുക്ക് മനസ്സിലാക്കാനായത് ഈ നിമിഷപ്രിയയുടെ അമ്മ പ്രേമകുമാരി ഇപ്പോഴും അവിടെ തന്നെ ഉണ്ട്. പക്ഷേ മധ്യസ്ഥ ചർച്ചകളുടെ ഭാഗമായി ഒപ്പമുണ്ടായിരുന്ന ആൾ നാട്ടിലേക്ക് തിരികെ പോകുന്നു എന്നാണ് മനസ്സിലാക്കുന്നത്. പക്ഷേ അവർ മടങ്ങിയെത്തിയാൽ ഉടൻ വീണ്ടും ചർച്ചകൾ ആരംഭിക്കും. എന്തായാലും ഇപ്പോൾ ഏറ്റവും ഒടുവിൽ ലഭിക്കുന്ന വാർത്തകൾ ആശ്വാസകരമാണ്. രാവിലെ ഉണ്ടായ ആശങ്ക അസ്തമിക്കുന്നു. ഇപ്പോൾ ചില പ്രതീക്ഷ വീണ്ടും കൈവരുന്നു എന്നതാണ് ഇപ്പോഴത്തെ സാഹചര്യം. തീർച്ചയായും TG സജിത്താണ് വിവരങ്ങൾ നൽകിയത്. സജിത്ത് സൂചിപ്പിച്ചതുപോലെ തന്നെ ആശങ്കയ്ക്ക് വകയില്ല. ആശ്വാസകരമായിട്ടുള്ള വാർത്തയാണ് എന്തായാലും ഇപ്പോൾ യമൻ ജയിൽ അധികൃതരുടെ ഭാഗത്തു നിന്ന് വന്നിട്ടുള്ളത്. വധശിക്ഷ നടപ്പാക്കുന്നതുമായി ബന്ധപ്പെട്ട ഔദ്യോഗികമായ അറിയിപ്പുകളൊന്നും ലഭിച്ചിട്ടില്ല എന്ന് വിശദീകരിക്കുന്നു യമൻ ജയിൽ അധികൃതർ.